ഗേളി മെക്കാനിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് പാഡാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യാനുള്ളത് നമ്മൾ വണ്ടി ജാക്ക് സ്റ്റാൻഡ് വെച്ച് പൊക്കി നിർത്താനായിട്ട് സേഫായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് കൂടെ തന്നെ നമ്മൾ വീലും കൂടെ അങ്ങ് അഴിച്ചെടുക്കുക. വീൽ അഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ബ്രേക്ക് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കാണുന്ന നമ്മുടെ കാലിപ്പർ വരുന്നത്, അതുപോലെ ഇതാണ് നമ്മുടെ ഡിസ്ക് വരുന്നത്, അല്ലെങ്കിൽ റോട്ടർ എന്നും പറയും. ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ്. ഇതാണ് നമ്മളിന്ന് മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത്, ഇവിടെ നമുക്കൊരു ബോൾട്ട് വരുന്നുണ്ട്. ഈ ബോൾട്ട് അഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 12-ൻ്റെ സ്പാനറാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കിത് അഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിനി പുതിയ ബ്രേക്ക് പാഡാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിസ്റ്റൺ തമ്മിൽ കുറച്ച് ഗ്യാപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള പറ്റുന്ന ഒരു ടൂൾ എടുത്ത് ഇതൊന്ന് തിക്കി കൊടുത്ത് കുറച്ച് സ്പേസ് ആക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഇതേ അത്യാവശ്യം ഗ്യാപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അകത്തേക്ക് തള്ളി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു വലിയ ടൂൾ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊന്ന് അകത്തേക്ക് തള്ളി വയ്ക്കാം. നമുക്കിപ്പോൾ ഇതേ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാലിപ്പർ എടുത്ത് മുകളിലേക്ക് പൊക്കി വയ്ക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേ ഇവിടെ ഗ്യാപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇതൊന്ന് തള്ളി കൊടുക്കണമെങ്കിൽ ഇതുപോലെ പ്ലെയർ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചങ്ങ് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? അപ്പോൾ ഈ ഉള്ളിലേക്ക് ഇതങ്ങ് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്യാപ്പും കിട്ടും. നമുക്കിപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഗ്യാപ്പ് ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാം. നമുക്കിനി പഴയ ബ്രേക്ക് പാഡ് മാറ്റിയിട്ട് പുതിയ ബ്രേക്ക് പാഡ് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ അകത്ത് ബ്രേക്ക് പാഡ് അങ്ങ് ഊരിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇതുണ്ടോ ഇവിടെ കണ്ടോ, ഈ ഒരു ലിമിറ്റ് ഈ ഒരു ഇത് വന്ന് ഈ നമ്മുടെ ഡിസ്കിനകത്ത് മുട്ടുമ്പോൾ ഉള്ള ഒരു ഉറയുന്ന ഒരു സൗണ്ട് വരും. ആ ഒരു സൗണ്ട് കേട്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് മാറ്റി കൊടുക്കുന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് ഫുള്ളായിട്ട് ഉരഞ്ഞു തീർന്നിട്ടുണ്ട്. ഇതാണ് പുതിയ ബ്രേക്ക് പാഡ് വരുന്നത്. കണ്ടോ, പഴയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തിക്നെസ് നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ് ഉറഞ്ഞു തീർന്നോന്ന് അറിയാനായിട്ടുള്ള ഇൻഡിക്കേറ്റർ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രേക്ക് പാഡ് തീരാറായോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 30,000 കിലോമീറ്റർ വരെയൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത്. ആ ഒരു സമയത്ത് നമ്മളത് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ ഒരു സൈഡാണ് ആദ്യം അഴിച്ചേക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡ് ഒന്നിച്ച് അഴിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ അഴിച്ചു കഴിയുമ്പോൾ ഈ കാണുന്ന ക്ലിപ്പ് താഴേക്ക് ഊരിപ്പോരും. പിന്നെ നമുക്കത് വെക്കാനായിട്ടും കുറച്ച് പാടായിരിക്കും രണ്ട് വശവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു വശം വെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് പുതിയ ബ്രേക്ക് പാഡ് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഈ കാണുന്നത് ലിമിറ്റ് താഴേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്തേക്ക് തിരിച്ച് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് വശവും വെക്കാം. പായം തന്നെ പഴയത് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് സൈഡും നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിലർ ഇവിടെയൊക്കെ ഗ്രീസ് ഇട്ട് കൊടുക്കണമെന്ന് പറയാറുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് പാഡിലോ ഡിസ്കിലേക്കോ ഗ്രീസ് ഒന്നും ആവാതെ നോക്കണം. അപ്പോൾ നമുക്കിവിടെ സ്റ്റക്കോ തുരുമ്പൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളിപ്പോൾ നേരെ ഇത് ഫിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാലിപ്പർ അഴിച്ചെടുത്ത് തിരിച്ച് താഴേക്ക് വെക്കാം. നമ്മുടെ ഗ്യാപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അകത്തേക്ക് പ്രോപ്പറായിട്ട് ഇരിക്കും. ഇപ്പം നമ്മളൊരു കാര്യം കൂടെ നോക്കാനുണ്ട്. ഈ രണ്ട് കാലിപ്പർ പിന്നും അഴിച്ച് നോക്കുക. അതിനകത്ത് ഗ്രീസ് കുറവാണെങ്കിൽ കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തതായതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അഴിച്ചു നോക്കി ഗ്രീസ് ഇടാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ഈ ബോൾട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത 12-ൻ്റെ സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. നമ്മുടെ കൈക്ക് പറ്റുന്ന ആ ഒരു മാക്സിമം രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ടയർ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഉണ്ടോയെന്ന്. കാരണം നമ്മളത് അഴിച്ചത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ സൗണ്ട് പോയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.